ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ പ്രോബ്ലം ഫ്രിക്ഷൻ്റെ ടോപ്പിക്കിൽ നിന്നുള്ളതാണ്. വെഡ്ജിൻ്റെ പ്രോബ്ലമാണ്. ഇവിടെ ഫിഗർ കാണിച്ചിരിക്കുന്നത് പോലെ 500 ന്യൂട്ടൻ്റെ ഒരു ബ്ലോക്ക് എ, 1000 ന്യൂട്ടൻ്റെ മറ്റൊരു ബ്ലോക്ക് ബി. 1000 ന്യൂട്ടൻ്റെ ബ്ലോക്ക് ബി, അതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ലോഡ് പി ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബോഡി സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായിരിക്കാൻ എത്ര ഫോഴ്സ് പി അപ്ലൈ ചെയ്യണം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് പി റിക്വയർഡ് ടു ഹോൾഡ് ദി സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം. ഇതിൽ ചില ഇൻപുട്സ് തന്നിട്ടുണ്ട്. മ്യൂ അറ്റ് ഫ്ലോർ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ മീനിങ് ഏതാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഫ്ലോർ ആൻഡ് ബ്ലോക്ക് 0.25. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ wall and block 0.3. ഫ്ലോറിനേക്കാൾ കൂടുതൽ ഫ്രിക്ഷൻ വോളിലാണ്, വോളിൻ്റെ സർഫസിലാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ടു ബ്ലോക്സ് 0.2. ലെസർ ഫ്രിക്ഷൻ അവിടെയാണ്, ഏറ്റവും കുറച്ച് ഫ്രിക്ഷൻ അവിടെയാണ്, ബിറ്റ്വീൻ ബ്ലോക്സ് എ ആൻഡ് ബി. ഇപ്പോൾ ചോദിച്ചിരുന്ന ഡൗട്ട് ഇതിനെങ്ങനെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും എന്നുള്ളത് മാത്രമാണ്. അത് ഞാൻ ആദ്യം പറയാം, അതിനുശേഷം അതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെയാണെന്നുള്ള സ്റ്റെപ്സും ഡിസ്ക്രൈബ് ചെയ്യാം. ആദ്യം 500 ന്യൂട്ടൻ്റെ ബ്ലോക്ക് എ, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും അതിലുള്ള റിയാക്ഷൻസും ഫ്രിക്ഷണലാവാം, സപ്പോർട്ട് റിയാക്ഷൻസ് ആവാം, എല്ലാം മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആ ഒരു ബ്ലോക്ക് മാത്രം ഇവിടെ ഒന്ന് ഡ്രോ ചെയ്യുകയാണ്. ഏതാണ്ട് ഈ ഒരു സൈസാണ്. അതിൽ തന്നിരിക്കുന്ന ഒരു ആക്ഷൻ ആദ്യം തന്നെ എഴുതാം. 500 ന്യൂട്ടൺ അതിൻ്റെ വെയിറ്റ്. പിന്നെ ഈ സൈഡ് വോള്, ലെഫ്റ്റ് സൈഡിലുള്ള സൈഡ് വോളിൽ നിന്നൊരു സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫിഗറിൽ ആ പോയിന്റിനെ 1 എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് റിയാക്ഷൻ 1. ഇവിടെ ടെൻഡൻസി ഓഫ് മൂവ്മെൻറ്റ് നോക്കിയിട്ട് അതിന് എഗനിസ്റ്റ് ആയിട്ട് ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതും ആ വോളിൻ്റെ സർഫസിൽ കാണിക്കാം. ഇപ്പോൾ 500 ന്യൂട്ടൻ്റെ ഒരു ഒബ്ജക്റ്റും 1000 ന്യൂട്ടൻ്റെ ഒരു ഒബ്ജക്റ്റുമാണ് ഇവിടെ ഇരിക്കുന്നത്. 1000 ന്യൂട്ടൻ്റെ ഒബ്ജക്റ്റിൽ പി എന്നൊരു ലോഡ് ടുവേഡ്സ് ലെഫ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒബ്ജക്റ്റ് അകത്തോട്ട് ഇൻസൈറ്റഡ് ആകുമ്പോൾ നമ്മുടെ 500 ന്യൂട്ടൻ്റെ ബ്ലോക്ക് മുകളിലേക്ക് ലിഫ്റ്റഡ് ആകുന്നു. അതാണ് സംഭവിക്കാൻ സാധ്യതയുള്ള മൂവ്മെൻറ്റ്. അല്ലെങ്കിൽ തിരിച്ച് 500 ന്യൂട്ടൺ വെയിറ്റ് മൂലം അത് താഴേക്ക് വരുന്നതിനെ 1000 ന്യൂട്ടൻ്റെ ബ്ലോക്ക് ഒപ്പോസ് ചെയ്യുന്നുണ്ടാവും. ആ ഒപ്പോസിഷൻ പോരാഞ്ഞിട്ടാവാം ഒരു ലോഡ് പി അവിടെ നിന്ന് അഡീഷണലി അപ്ലൈ ചെയ്തിരിക്കുന്നു. ചോദ്യം ആ രീതിയിലും വ്യാഖ്യാനിക്കപ്പെടാം. ഫൈൻഡ് പി റിക്വയർഡ് ടു ഹോൾഡ് ദി സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം. ഏതുതരം മൂവ്മെൻ്റ് ആയിരുന്നാലും ഈ ഒരു ലെഫ്റ്റ് സൈഡ് വാളിൽ അതിന് ടാൻജൻഷ്യലായിട്ടാണ് ഫ്രിക്ഷൻ എപ്പോഴും പ്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു അവസരത്തിൽ ഈ പിയുടെ ഇൻഫ്ലുവൻസിൽ ഈ 1000 ന്യൂട്ടൺ ബ്ലോക്ക് ടുവേഡ്സ് ലെഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ 500 ന്യൂട്ടൺ ബ്ലോക്ക് എ ടോപ്പിലേക്ക് ലിഫ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ഐഡിയയിൽ കാൽക്കുലേഷൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള റിലേറ്റീവ് മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് എ മൂവിങ് അപ്വേർഡ്സ്. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ അതിനെ ഒപ്പോസ് ചെയ്യുന്നു, ഫ്രിക്ഷൻ 1. ഇനി ആരെങ്കിലും അത് തിരിച്ചുള്ള മൂവ്മെൻ്റ് ആയിട്ടും അസ്യൂം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 500 ന്യൂട്ടൻ്റെ വെയിറ്റ് കൊണ്ട് താഴേക്ക് സ്ലൈഡ് ചെയ്യാനുള്ള ശ്രമമാണ്. അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഫ്രിക്ഷൻ ഇവിടുന്ന് മുകളിലോട്ടാണെന്ന് മാർക്ക് ചെയ്താലും F1 അപ്വേർഡ് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഏത് കേസിലും ആ ഒരു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കണ്ടീഷനിലാണ് ഈ ഇക്വിലിബ്രിയം റീച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വാല്യൂ ഡൗൺവേർഡ് ആണെങ്കിലും അപ്വേർഡ് ആണെങ്കിലും ആ മാഗ്നിറ്റ്യൂഡ് കറക്റ്റായിട്ട് സെയിം ആയിട്ട് കിട്ടിക്കുന്നു. അപ്പോൾ താഴേക്കുള്ള ഒരു സ്ലൈഡിങ് ടെൻഡൻസിയെ ഒപ്പോസ് ചെയ്യാൻ അവിടെ ഫോഴ്സ് പിയും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ലോജിക്കലി കറക്റ്റെന്ന് തോന്നുന്ന രീതിയിൽ ചിന്തിച്ചാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ആ പിയുടെ ഇൻഫ്ലുവൻസിൽ ഈ റെഡ് ബ്ലോക്ക് എ മുകളിലോട്ട് ലിഫ്റ്റഡ് ആവാനാണ് സാധ്യതയെങ്കിൽ ഫ്രിക്ഷൻ വിൽ ഓപ്പോസിറ്റ് ഡൗൺവേർഡ്സ്. അതാണ് ഇപ്പോൾ വരച്ച F1. അടുത്തത് കോണ്ടാക്റ്റ് വരുന്ന പോയിന്റ് ബിറ്റ്വീൻ ബ്ലോക്സ് ആണ്. ഈ ഒരു പോയിന്റിനെ
പോയിൻ്റ് 2 എന്ന് വിളിക്കാം. അപ്പോൾ പോയിൻ്റ് 2-ൽ ഏതൊക്കെ സപ്പോർട്ട്സും ഏതൊക്കെ റിയാക്ഷൻസും നോക്കാം. എനിവേ അവിടെ ഒരു സപ്പോർട്ട് നമുക്ക് ഒബ്വിയസ്ലി വിസിബിളാണ്, ബോട്ടം ബ്ലോക്ക് ബിയിൽ നിന്നുമുള്ള ഒരു സപ്പോർട്ട്. അപ്പോൾ ഈ ഒരു ഇൻക്ലിനേഷന് പെർപെൻഡിക്കുലറായിട്ട് മുകളിലോട്ടാണ് ആ സപ്പോർട്ട് ഉണ്ടാവേണ്ടത്, റിയാക്ഷൻ 2. അവിടെ ആ ഒരു ഇൻക്ലിനേഷനോട് പ്രാധാന്യമുണ്ട്, അതിന് പെർപെൻഡിക്കുലറായിട്ടാണ് റിയാക്ഷൻ 2 വരുന്നത്. ഇൻക്ലിനേഷൻ ഞാൻ നേരത്തെ ഫിഗറിൽ വരയ്ക്കാൻ വിട്ടുപോയി. അതിവിടെ കാണിച്ചിരുന്ന വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ 60 ഡിഗ്രിയാണ്. ഇവിടെ ബ്ലോക്കുകൾ തമ്മിലുള്ള റിലേറ്റീവ് മൂവ്മെൻറ്റ് മനസ്സിലാക്കിയിട്ട് വേണം ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ ഫിക്സ് ചെയ്യാൻ. അപ്പോൾ അതാണ് പല ആൾക്കും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ. ഈ ഒരു ബ്ലോക്ക് ബി ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിലാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ രീതി തന്നെ ഇവിടെയും തുടരണം. ഈ ബ്ലോക്ക് ബി ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്ലോക്ക് എയുടെ സർഫസ് മുകളിലോട്ട് ലിഫ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ബിയുടെ സർഫസ് താഴേക്ക് മൂവ് ചെയ്യുന്നതിന് തുല്യമാണത്. ഒന്ന് മുകളിലോട്ട് പോകുമ്പോൾ മറ്റൊന്ന് താഴേക്ക് വരുന്നതാണല്ലോ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ലോജിക്കൽ കോമ്പിനേഷൻ, റിലേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബ്ലോക്ക് എയെ സംബന്ധിച്ച് അത് മുകളിലോട്ട് ഉരസി നീങ്ങുമ്പോൾ ഫ്രിക്ഷൻ താഴേക്കാണ്. അത് ടാൻജൻഷ്യലി ആ ഒരു സർഫസിന് പാരലലായിട്ട് F2. ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എ. അതുപോലെ തന്നെ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബി നോക്കാം. ആദ്യം തന്നെ അതിലുള്ള ആക്ഷൻ മാർക്ക് ചെയ്യാം. 1000 ന്യൂട്ടൺ. അവിടെ ഒരു ലോഡ് പി അപ്ലൈ ചെയ്യുന്നുണ്ട് ഓൾറെഡി, അത് മാർക്ക് ചെയ്യാം. അതും ആക്ഷനാണ്. നേരത്തെ പറഞ്ഞ പോയിൻ്റ് 2, ഇവിടെ പോയിൻ്റ് 2-ൽ മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതാണ് ഇവിടെ പോയിൻ്റ് 2-ൽ മാർക്ക് ചെയ്യേണ്ടത്. അതായത് ബ്ലോക്ക് എയിൽ നിന്നും ബ്ലോക്ക് ബിയിലേക്കുള്ള സപ്പോർട്ട് സെയിം സപ്പോർട്ട് തന്നെയാണ്, പക്ഷേ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഈ സർഫസിന് 90 ഡിഗ്രിയിലാണ്, 60 ഡിഗ്രി സർഫസാണത്. ഇപ്പോൾ ഈ R2 ഈ കേസിലാണെങ്കിലും ആ കേസിലാണെങ്കിലും വരയ്ക്കാൻ ആർക്കും ഡൗട്ടില്ല. ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അടുത്തത് ഇവിടെ സംഭവിക്കുന്ന ഫ്രിക്ഷനാണ്. ഇവിടെ ഫ്രിക്ഷൻ എങ്ങനെ വരച്ചാൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വേണം ഇവിടെ ഫ്രിക്ഷൻ വരയ്ക്കാൻ, എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിൽ ഫ്രിക്ഷൻ. അല്ലെങ്കിൽ ഈ ബ്ലോക്കിൻ്റെ ഗ്രീൻ ബ്ലോക്കിൻ്റെ ബ്ലോക്ക് ബിയുടെ മൂവ്മെൻറ്റ് ചിന്തിച്ച് നോക്കണം. ഈ ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ ഈ ബ്ലോക്ക് കംപ്ലീറ്റ്ലി ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സർഫസ് ലെഫ്റ്റിലേക്കാണ്, ബോട്ടം സർഫസ് ലെഫ്റ്റിലേക്കാണ്. ഈ ഒരു ഇൻക്ലൈൻഡ് സർഫസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കാം ഈ റെഡ് സർഫസുമായിട്ടുള്ള കോമ്പിനേഷൻ നോക്കിക്കഴിയുമ്പോൾ അവിടെ നേരത്തെ പോലെ തന്നെ ചിന്തിക്കാനേ വഴിയുള്ളൂ. റെഡ് ബ്ലോക്ക് മുകളിലോട്ട് സ്ലൈഡ് ചെയ്ത് നീങ്ങിയാണ് അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു റെഡ് ബ്ലോക്കിൻ്റെ സർഫസ് അപ്വേർഡ് ഡയറക്ഷനും ഈ ഗ്രീൻ ബ്ലോക്കിൻ്റെ സർഫസ് ഡൗൺവേർഡ് ഡയറക്ഷനുമായിട്ട് അസ്യൂം ചെയ്യുമ്പോൾ ഈ F2 ഈ ദിശയിൽ തന്നെയാണ് വരിക. അപ്പോൾ ആദ്യം വരച്ച ആ ഒരു പെയർ ഓഫ് റിയാക്ഷൻസ് പോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സെൻസിൽ വേണം ഇവിടെ വരയ്ക്കേണ്ട പെയർ ഓഫ് റിയാക്ഷൻസ്. ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബ്ലോക്ക് ബി. ഇതാണ് ആ ഡൗട്ട് ചോദിച്ച ആളുടെ പ്രധാന ആവശ്യം. അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ആ ഒബ്ജക്റ്റ് അതെവിടെ വരയ്ക്കുക, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ആംഗിൾസും കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് കാണിക്കുക. ആക്ഷൻസ് ആദ്യം മാർക്ക് ചെയ്യുക. ഇവിടെ ഇതിൻ്റെ വെയിറ്റ്, ഇവിടെ വെയിറ്റും ഉണ്ട്, അപ്ലൈഡ് ഫോഴ്സ് P ഉണ്ട്. റിയാക്ഷൻസ് രണ്ടാമത് മാർക്ക് ചെയ്യുക. അത് സപ്പോർട്ട് റിയാക്ഷൻ വരും, ഫ്രിക്ഷണൽ റിയാക്ഷൻ വരും. ഫ്രിക്ഷൻ്റെ പ്രോബ്ലം ആയതുകൊണ്ടാണ് ഫ്രിക്ഷണൽ റിയാക്ഷൻ കൂടെ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ മൊഡ്യൂൾ 1-ലെ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ ഫ്രിക്ഷൻ്റെ കേസ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ആ കേസിൽ ഈ സപ്പോർട്ട് റിയാക്ഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഫ്രിക്ഷൻ പ്രോബ്ലം ആയതുകൊണ്ട് ആ ഫ്രിക്ഷണൽ റിയാക്ഷൻസും കൂടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് രണ്ട് ബോഡിയിലും ചെയ്തിട്ടുണ്ട്, ആക്ഷൻസും റിയാക്ഷൻസും കംപ്ലീറ്റ്ലി. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ആംഗുലാർ ഒബ്സർവേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് ആ ഫിഗറിൽ കാണിക്കുകയും വേണം. ഇപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ റെഫറൻസ് ആക്സിസും കൂടെ ഇതിനോടൊപ്പം ഹൈലൈറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ് ആക്സിസ് ഡയറക്ഷൻ എങ്ങനെയാണ്, വൈ ആക്സിസ് ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ ഇൻക്ലൈൻഡ് സർഫസിലൂടെ സ്ലൈഡ് ചെയ്യുന്ന ഒബ്ജക്ട്സിൻ്റെ ഫോഴ്സസ് അനലൈസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അവിടെ സർഫസിൻ്റെ ഇൻക്ലിനേഷൻ അനുസരിച്ച് ഇൻക്ലൈൻഡ് എക്സ് ആക്സിസും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈ ആക്സിസും ഉപയോഗിച്ചിട്ടുണ്ടാവും. അത്തരം കേസിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ആ സർഫസിനനുസരിച്ച് കാണിക്കണം. ഇവിടെ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ എക്സ് ആക്സിസും വെർട്ടിക്കൽ വൈ ആക്സിസും തന്നെ ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഈ R2 F2 ഒക്കെ ഇൻക്ലൈൻഡ് ആണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ R2വിന് ഒരു എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും എഴുതാൻ പറ്റും, F2വിന് ഒരു എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും എഴുതാൻ പറ്റും. ആ കമ്പോണൻസ് ഏത് ആക്സിസിന് പാരലായിട്ടാണ് ചെയ്യുന്നതെന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ റെഫറൻസ് ആക്സിസുകൾ ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ സൈഡിൽ വരയ്ക്കേണ്ടത്. പല ടെക്സ്റ്റ് ബുക്കുകളിലും ഇങ്ങനെ ഒരു റെഫറൻസ് ആക്സിസ് റെപ്രസെൻറ്റേഷൻ ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ കൂടെ കാണാറില്ല. പക്ഷേ ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ കൺസെപ്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഒരു റെഫറൻസ് ആക്സിസും കൂടെ ഉൾപ്പെടുത്തണം. അപ്പോൾ ആക്ഷൻസ്, റിയാക്ഷൻസ്, ഫ്രിക്ഷണൽ റിയാക്ഷൻസ്, സപ്പോർട്ട് റിയാക്ഷൻസ്, അതാണ് 2 തരത്തിലുള്ള റിയാക്ഷൻസ്. പിന്നെ ഇതുപോലുള്ള ഒബ്സർവ് ചെയ്യപ്പെടേണ്ട ആംഗുലർ മെഷർമെൻറ്റ്സ്, കൂടാതെ റെഫറൻസ് ഫ്രെയിം എന്താണെന്നും കൂടെ കാണിക്കുക, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രീ ബോഡി ഡയഗ്രം കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഈ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുന്നതിന് ഇതിപ്പോൾ 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 3 മാർക്സ് ഓർ 4 മാർക്സ് ഇതിന് കിട്ടുന്നതായിരിക്കും. ബാക്കി നമ്മുടെ കാൽക്കുലേഷൻ സ്റ്റെപ്സിനുള്ളതാണ്. അതിലേക്ക് പോവാം. നേരത്തെ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ ഫ്രീ ബോഡി ഡയഗ്രം ബി ഒന്നുകൂടെ ഞാൻ റീഡ്രോ ചെയ്തു, റബ് ചെയ്ത് പോയായിരുന്നു. ഇവിടെ കോണ്ടാക്ട് സർഫസുകൾ മുഴുവൻ കൺസിഡർ ചെയ്തില്ലായിരുന്നു. ബ്ലോക്ക് ടു ബ്ലോക്ക് കോണ്ടാക്ട് സർഫസ് എടുത്തു, പി അപ്ലൈ ചെയ്ത സ്ഥലം എടുത്തു, അടിയിൽ ഗ്രൗണ്ടിലും ടച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് റിയാക്ഷൻസ് മാർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അവിടെ അപ്പേർഡ് സപ്പോർട്ട് അത് 0.3 ആണെങ്കിൽ R3. അപ്പോൾ ഞാൻ 1000 ന്യൂട്ടൺ ഒന്ന് ചെറുതാക്കി ഇവിടെ വരച്ചിട്ട് എഴുതുകയാണ്. 1000 ന്യൂട്ടൺ ഓവർലാപ്പ് ചെയ്ത് വരച്ച് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ. 1000 ന്യൂട്ടൺ R3 ഒരേ ലൈനിലാണെന്ന് കരുതാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഫ്രിക്ഷനും കൂടെ കാണിക്കേണ്ടതുണ്ട്. ലെഫ്റ്റിലേക്കാണ് ഫോഴ്സും കൊണ്ട് നമ്മൾ പുഷ് ചെയ്യുന്നത്. മൂവ്മെൻറ്റ് ലെഫ്റ്റിലേക്കാണെന്ന് അസ്യൂം ചെയ്താൽ നാച്ചുറലി ഇവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് F3 ടുവേഴ്സ് റൈറ്റ് ആണ്. ഇപ്പോഴാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം കംപ്ലീറ്റ് ആയത്. ഞാൻ ഇത് റബ്ബ് ചെയ്തിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. എ ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സൊല്യൂഷൻ ചെയ്യുന്നു. ഞാൻ ബി ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം രണ്ടാമത് എടുക്കാം, കാരണം അവിടെ കൂടുതൽ അൺനോൺസ് ഉണ്ട്, ഫോഴ്സ് പി ഒക്കെ ഉൾപ്പെടെ. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു സിഗ്മ FX കണ്ടുപിടിക്കലാണ്. അതറിയാമല്ലോ, എല്ലാ പ്രൊസീജിയറും ഒരുപോലെ തന്നെ സിഗ്മ FXും സിഗ്മ FY ഒക്കെ കണ്ടുപിടിക്കുക. ഇക്വിലിബ്രിയം കണ്ടീഷൻസ് സിഗ്മ FX = 0, സിഗ്മ FY = 0 അത് ഉപയോഗിക്കുക. ഇക്വിലിബ്രിയം മീൻസ് മൂവ്മെൻറ്റ് ഇല്ല, അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണെന്നുള്ള അസംഷനിലാണ് നമ്മളിത് എഴുതാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ഫോഴ്സിൻ്റെയും എക്സ് കമ്പോണൻസ് R1 തുടങ്ങാം. R1 റൈറ്റിലേക്കാണ്, പോസിറ്റീവാണ്. F1 വെർട്ടിക്കലാണ്, അത് കൺസിഡർ ചെയ്യേണ്ട. 500 ന്യൂട്ടൺ വെർട്ടിക്കലാണ്, കൺസിഡർ ചെയ്യേണ്ടതില്ല. ഇനി F2ഉം R2ഉം. F2ഉം R2വിനെ സംബന്ധിച്ച് ആംഗിൾ കൺസിഡർ ചെയ്യേണ്ടതുകൊണ്ട് ഇവിടെ 60 ഡിഗ്രിയാണ്. അപ്പോൾ F2വിനെ ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഡൗൺവേർഡും ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ലെഫ്റ്റിലേക്കും ഉണ്ട്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ F2 ഉണ്ടാകുന്നത്. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് cos 60 ചേർത്ത് എഴുതണം, വെർട്ടിക്കൽ കമ്പോണൻറ്റ് sin 60 ചേർത്ത് എഴുതണം. ലെഫ്റ്റിലേക്കാണ്, അതുകൊണ്ട് മൈനസാണ്. -F2 cos 60. അടുത്തത് R2. R2വിൻ്റെ കേസിലും ആംഗിൾ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്യണം. ഇവിടെ ഈ ആംഗിളാണ് 60 ഡിഗ്രി വരിക. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് താഴെ ഉണ്ടാകും, ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇവിടെയും ഉണ്ടാകും. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആംഗിളോട് ചേർത്ത് കൺസിഡർ ചെയ്യുമ്പോൾ മൈനസ് തന്നെയാണ്, ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് R2 cos 60. ഇത്രയും ഫോഴ്സുകളാണ് ഹൊറിസോണ്ടലി ഉള്ളത്, ഈക്വൽ ടു 0. അത് ഇക്വേഷൻ 1. അടുത്ത സിഗ്മ FY = 0 ആണ്. അവിടെ എല്ലാ വെർട്ടിക്കൽ ഫോഴ്സുകളും ഡൗൺവേർഡ് F ആണ്, അപ്പോൾ -F1. ഡൗൺവേർഡ് 500 ആണ്, -500. ഇവിടെ ഡൗൺവേർഡ് കമ്പോണൻ്റ് ആണുള്ളത് F2വിന്, അതുകൊണ്ട് -F2 sin 60. cos 60 ഇതായിരുന്നു, sin 60 ഇതാണ്. വീണ്ടും ഇത് അപ്വേർഡാണ്, പ്ലസ് R2 sin 60. ഇത്രയേ ഉള്ളൂ ഫോഴ്സസ് ഈക്വൽ ടു 0. ഇക്വേഷൻ 2. ഈ 2 ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത്
എന്നിട്ട് വേണം മുന്നോട്ട് അടുത്ത ബ്ലോക്കിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടെ അൺനോൺസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഇവിടെ R1, F1, R2, F2, ഇവിടെയും R2, F2. അപ്പോൾ 4 അൺനോൺസ് ഉണ്ട് നമ്മുടെ ഈ 2 ഇക്വേഷനുണ്ട്. പക്ഷേ നമുക്കറിയാം മ്യൂവും കയ്യിലിരിക്കുന്ന സ്ഥിതിക്ക് ഈ സപ്പോർട്ട് റിയാക്ഷനും ഫ്രിക്ഷൻ ഫോഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ആക്ച്വലി നമ്മൾ ഫ്രിക്ഷൻ്റെ ലോസ് പഠിച്ചപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ എന്ന് പഠിച്ചിരുന്നു, അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു മ്യൂ എൻ എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ എന്നിന് പകരം 6 എന്ന ലെറ്ററാണ് ഉപയോഗിച്ചത്. അപ്പോൾ F1 വേണ്ടി അത് എഴുതുകയാണെങ്കിൽ F1 ഈസ് ഈക്വൽ ടു μ1 R1. F2 വേണ്ടി എഴുതുകയാണെങ്കിൽ F2 ഈസ് ഈക്വൽ ടു μ2 R2. ഇത് ഈ F1 F2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ1 μ2 അറിയാം, R1 R2 അറിഞ്ഞുകൂടാ, ആയിക്കോട്ടെ. ഇത് μ2 R2 എന്നായി കഴിഞ്ഞു, ഇത് μ1 R1 എന്നായി കഴിഞ്ഞു. അപ്പോൾ 2 ഇക്വേഷനകത്ത് മൊത്തത്തിൽ ഇവിടെ ഒരു R1 R2, ഇവിടെ ഒരു R2, ഇവിടെ ഒരു R1 R2 R2. അപ്പോൾ മൊത്തം R1 R2 മാത്രമേ അൺനോൺസ് ഉണ്ടാവുകയുള്ളൂ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ആവശ്യം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞാൻ ഇക്വേഷൻ 1 ഒന്ന് റീറൈറ്റ് ചെയ്യാം. R1 അതുപോലെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഫ്രിക്ഷന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ഫ്രിക്ഷൻ 2 വേണ്ടി μ2 R2 cos 60 മൈനസ് R2 cos 60 ഈക്വൽ ടു 0. ഇക്വേഷൻ 1A. അടുത്തത് ഇക്വേഷൻ 2 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീറൈറ്റ് ചെയ്യാണ്. മൈനസ് F1 തുടങ്ങുന്നു, മൈനസ് μ1 R1 മൈനസ് 500 മൈനസ് μ2 R2 sin 60 പ്ലസ് R2 sin 60. ഇക്വേഷൻ 2A. ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ അറിയാം R1 R2, ഇവിടെയും R1 R2, ഇവിടെ R2 തന്നെയാണ്. μ2 നോൺ വാല്യൂ ആണ്. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള രീതി നമുക്കറിയാം. അങ്ങനെ ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് R1 എത്രയാണെന്ന് കണ്ടുപിടിക്കും, R2 എത്രയാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു R1 R2 റിസൾട്ട് ഇൻ ടേംസ് ഓഫ് ന്യൂട്ടൺ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഫ്രീ ബോഡി ഡയഗ്രത്തിലേക്ക് പോകാം. അടുത്ത ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമ്മൾ സിഗ്മ Fx ഈക്വൽ ടു 0യും സിഗ്മ Fy ഈക്വൽ ടു 0യും എഴുതും. അവിടെ എഴുതുമ്പോൾ ഇവിടെ ഒരു 500 ന്യൂട്ടൺ ഇൻപുട്ട് ഉണ്ടായിരുന്ന പോലെ അടുത്ത ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഒരു 1000 ന്യൂട്ടൺ ഇൻപുട്ട് വാല്യൂ ഉണ്ട്. അഡീഷണലി R2 വാല്യൂ അവിടെ ഉപയോഗിക്കാം. അവിടെ അൺനോൺസിൻ്റെ എണ്ണം വീണ്ടും കുറയും. ഈ R2 ഇവിടെ കിട്ടിയ സ്ഥിതി. അങ്ങനെ അവിടെ ഉണ്ടാകുന്ന സിഗ്മ Fxൻ്റെയും സിഗ്മ Fyയുടെയും ഇക്വേഷൻസിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു അൺനോണായ P കണ്ടുപിടിക്കാൻ പറ്റും. അതിലേക്കൊന്ന് കിടക്കാം. ഞാൻ ഈ വാല്യൂ കണ്ടെത്തിയിട്ടില്ല. ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള സ്റ്റെപ്സ് നമുക്ക് നോക്കാം അടുത്ത ബ്ലോക്കിന് വേണ്ടി. നേരത്തെ കൺസിഡർ ചെയ്ത ഫ്രീ ബോഡി ഡയഗ്രം ഞാൻ വീണ്ടും വരയ്ക്കുകയാണ്. മറ്റുമായിരുന്നു. ഇവിടെ ഒരു 60 ഡിഗ്രി, ഒരു ഫോഴ്സ് P, ഇവിടെ R2 മുകളിലോട്ട് F2, ഇവിടെ 1000 ന്യൂട്ടൺ ബ്ലോക്ക് B, ഇവിടെ മുകളിലോട്ട് സപ്പോർട്ട് റിയാക്ഷൻ R3, ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഫ്രിക്ഷൻ ഫോഴ്സ് F3. ഇതായിരുന്നു ആ ഫ്രീ ബോഡി ഡയഗ്രം. ഇതിനകത്ത് സിഗ്മ Fx ഈക്വൽ ടു 0 ആദ്യം എഴുതണം. ഇവിടെ നമ്മുടെ എക്സ് ആക്സിസ് ഇങ്ങനെ തന്നെയാണ്, വൈ ആക്സിസ് ഇങ്ങനെ തന്നെയാണ്, റെഫറൻസ് ഫ്രെയിമും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആദ്യം F2 R2 കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ നോക്കിയാൽ അറിയാം F2 ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇങ്ങനെ വരും, F2 വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇങ്ങനെ വരും. ഈ ആംഗിളാണ് 60 ഡിഗ്രി. അപ്പോൾ ഇതിന് വേണ്ടി അത് റൈറ്റ് സൈഡിലേക്കാണ് വരുന്നത്, F2 cos 60. അടുത്തത് R2 ഇവിടെയാണ് ആംഗിൾ വരുന്നത് 60 ഡിഗ്രി. ഈ ഒരു കമ്പോണൻറ്റ് ഹൊറിസോണ്ടൽ, ഈ ഒരു കമ്പോണൻറ്റ് വെർട്ടിക്കൽ. ഇത് വലത്തോട്ട് തന്നെയാണ്, പ്ലസ് R2 cos 60. ഇനി വെർട്ടിക്കലി ഉള്ള 1000 ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എഴുതാനില്ല. പക്ഷേ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ F3 ഉണ്ട്, അത് റൈറ്റ് സൈഡിലേക്കാണ്, പ്ലസ് F3. കൂടാതെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു P ഉണ്ട്, മൈനസ് P ഈക്വൽ ടു 0. ഇക്വേഷൻ 3. അടുത്തത് സിഗ്മ Fy ഈക്വൽ ടു 0. ഇവിടെ F2 വെർട്ടിക്കൽ കമ്പോണൻറ്റ് മുകളിലേക്കുണ്ട്, അത് sin 60 ഇട്ട് എഴുതണം. F2 sin 60 മുകളിലോട്ടായതുകൊണ്ട് പോസിറ്റീവാണ്,
പ്ലസ് ആർ ടുവിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് താഴോട്ടാണ് സൈൻ 60 ഇട്ട് എഴുതണം. അപ്പോൾ താഴോട്ടാണ് മൈനസ് R2 സൈൻ 60. പിന്നെ വെർട്ടിക്കൽ വെയിറ്റ് താഴേക്കുണ്ട് -1000 ന്യൂട്ടൺ. കൂടാതെ ഈ വെർട്ടിക്കലി അപ്വേർഡ് റിയാക്ഷൻ ഉണ്ട് R3, അവിടെ സൈനിങ് കോഴ്സൊന്നും വരില്ല. പിന്നെ പിക്ക് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇല്ല. ഇത്രയേ ഉള്ളൂ. ഇത് ഇക്വേഷൻ 4. ഇവിടെ നേരത്തെ ചെയ്തതുപോലെ μ2 R2 ഇവിടെ ഉപയോഗിക്കാം. R2 ഇവിടെ ഉണ്ട്. ഇവിടെ μ3 R3 ഉപയോഗിക്കാം. μ2 R2 അതേപടി ചെയ്യുക. μ3 R3 അങ്ങനെ ഇതൊന്ന് റീറൈറ്റ് ചെയ്താൽ ആദ്യം ഇക്വേഷൻ 3 ആണ്. ഇക്വേഷൻ 3 റീറൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ μ2 R2 cos 60 പ്ലസ് R2 cos 60 പ്ലസ് μ3 R3 മൈനസ് P ഈക്വൽ ടു 0. ഇക്വേഷൻ 3A. അതുപോലെ ഇക്വേഷൻ 4നെ ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീറൈറ്റ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ്: F2 is equal to μ2 R2, F3 equal to μ3 R3. ഉപയോഗിച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഇക്വേഷൻ 4 അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ μ2 R2 സൈൻ 60 മൈനസ് R2 സൈൻ 60 മൈനസ് 1000 പ്ലസ് μ3 ആവശ്യമില്ല, R3 അതുപോലെ എഴുതിയാൽ മതി. F3 ആണെങ്കിലാണല്ലോ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യം. R3 ഈക്വൽ ടു 0. ഇക്വേഷൻ 4A. ഇവിടെ നോക്കുക, μ2 അറിയാം, μ3 അറിയാം, ഇവിടെ μ2 അറിയാം. R2 നേരത്തെ നമുക്കറിയാം, R2 നോൺ വാല്യൂ ആണ്. ഇവിടെ ഒരു R3യും Pയും അൺനോണാണ്, ബാക്കിയെല്ലാം നോൺ വാല്യൂ ആണ്. ഇവിടെ R2 അറിയാം, R3 മാത്രം അറിഞ്ഞുകൂടാ. ഈ ഫോർമുലയിൽ നിന്നും R3 കിട്ടും. ഈ R3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും P കിട്ടും. അങ്ങനെ കണ്ടെത്തുന്ന P എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ പിയിലേക്ക് എത്താനുള്ള ക്ലൂസാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. അപ്പോൾ ആദ്യം ആ ഫ്രീ ബോഡി ഡയഗ്രാം തെറ്റാതെ ചെയ്യുക, പിയിലേക്ക് ആൻസറിലേക്ക് എത്തുക. ഇനി ആരെങ്കിലും ഈ ഒരു മേറ്റിംഗ് സർഫസുകളുടെ അവിടെയൊക്കെ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയി പോയെങ്കിൽ സാരവുമില്ല, പി നമുക്ക് കറക്റ്റായിട്ട് തന്നെ അവസാനം കിട്ടും. ഇവിടെയുള്ള സെൻസ് മാറിയെന്നേ ഉള്ളൂ. ഇനിവേ ആ മീറ്റ് ചെയ്യുന്ന സർഫസിൽ രണ്ട് ബ്ലോക്കിലും സെപ്പറേറ്റ് ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ റിയാക്ഷൻ ഫോഴ്സ് വരയ്ക്കുമ്പോൾ ആദ്യത്തെ ബ്ലോക്കിൽ വരച്ചതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വേണം രണ്ടാമത്തെ ബ്ലോക്കിൽ വരയ്ക്കാൻ. അതാണ് മീറ്റിംഗ് സർഫസുകളിൽ വേണ്ടത്. എയും ബിയും മീറ്റ് ചെയ്യുന്ന ഇവിടെ. അത് മാത്രമൊന്നും ശ്രദ്ധിച്ചാൽ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഡിസ്കഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്.